പരാതി പരിഹാരത്തിന് കാത്തുനിൽക്കാതെ കൽക്കെട്ട് തകർന്നു വീണു. അപകടകരമായ കൽക്കെട്ട് വീടിന് ഭീഷണിയെന്ന വിമുക്ത ഭടന്റെ പരാതി പരിഹരിക്കുന്നതിന് മുൻപേയാണ് കെട്ടിടിഞ്ഞു വീണത്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ വഞ്ചിക്കവലയ്ക്ക് സമീപം കാട്ടാംകോട്ടിൽ ജിജിയാണ് അധികൃതർക്ക് പരാതി നൽകി കാത്തിരുന്നത്. കെട്ട് അപകട ഭീഷണിയെന്ന ഇടുക്കി വിഷൻ വാർത്ത ചെയ്ത് രണ്ടാം നാളാണ് കൽക്കെട്ട് തകർന്നു വീണത്. തന്റെ വീടിന് സമീപമുള്ള കൽക്കെട്ട് വലിയ അപകട ഭീഷണി ഉയർത്തുന്നെന്ന് കാണിച്ച് വിമുക്തഭടനായ കാട്ടാംകോട്ടിൽ ജിജി വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപ് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്തിലെ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് കൽക്കെട്ട് ബലക്ഷയമുള്ളതാണെന്ന് റിപ്പോർട്ട് നൽകി. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ നിർമ്മാണം നിരോധിക്കുകയും സ്ഥലം ഉടമയോട് കെട്ട് ബലവത്താക്കണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ സ്ഥല ഉടമ ഈ സ്ഥലം മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുകയും സ്ഥലം വാങ്ങിയയാൾ സെക്രട്ടറിയുടെ ഉത്തരവ് ലംഘിച്ച് നിർമ്മാണം തുടരുകയും ചെയ്തതോടുകൂടിയാണ് ജിജി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഗ്രാമപഞ്ചായത്തിനും വീണ്ടും പരാതിയുമായി രംഗത്ത് വന്നത്. ഈ കാര്യം വ്യാഴാഴ്ച ഇടുക്കി വിഷൻ റിപ്പോർട്ടും ചെയ്തു. എന്നാൽ പരാതി പരിഹരിക്കുവാൻ കാത്തുനിൽക്കാതെ കൽക്കെട്ട് തകർന്നു വീണു. ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി കെട്ട് തകർന്നു വീണത്. എന്നാൽ ജിജിയുടെ വീടിന് ഭീഷണി ഉയർത്തുന്ന ഭാഗം നിലനിൽക്കുകയുമാണ്. അതും മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉടൻ നിലം പതിക്കും. ഞാൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തായിരുന്നു. അതനുസരിച്ച് അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് എൻ്റെ ജീവനും വീടിനും ഒക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തരമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധ മേഖലയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.